നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട SPC കൂട്ടുകാരെ, ഈ വർഷത്തെ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യനും ആൻസറും എല്ലാവരും നോക്കി വയ്ക്കുക. കാരണം മെയിൻ എക്സാം മൺഡേ വരുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ മെയിൻ എക്സാം. ചിലപ്പോൾ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാലായി. എന്തായാലും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി ഏത് നേതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി ഏത് നേതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലാണ് ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി അറിയപ്പെടുന്നത്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അടുത്ത ചോദ്യം, SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? ആൻസർ P. വിജയൻ IPS. P. വിജയൻ IPS ആണ് SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ. അടുത്ത ചോദ്യം, ഭൂപടത്തിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏത്? ഭൂപടത്തിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏത്? ആൻസർ വെളുപ്പ്, വൈറ്റ്. വെളുത്ത നിറമാണ് തരിശുഭൂമിയെ രേഖപ്പെടുത്താനായിട്ട് ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, 2025 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആൻസർ വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ. നമ്മുടെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവരെയൊക്കെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? ഓക്കെ, ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ. അടുത്ത ചോദ്യം, അന്റോണിയം ഓഫ് ദ വേർഡ് മെയിൽ. മെയിൽ എന്ന വേർഡിൻ്റെ അന്റോണിയം, ഓപ്പോസിറ്റ് ഏതാണ്? ആൻസർ ഫീമെയിൽ. ഫീമെയിൽ. വളരെ സന്തോഷത്തോടെ തന്നെ പറയട്ടെ കൂട്ടരെ, ഈ വർഷത്തെ ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യനിൽ ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത വീഡിയോസിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. ഓക്കെ, ഇപ്പോഴും മുൻപുമായിട്ട് SPCക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് 8-9ഓളം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷം. ഓക്കെ, അടുത്ത ചോദ്യം, an account of a person's life written by an other. An account of a person's life written by an other. Other, ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതിന് എന്താ പറയുന്നത്? ആൻസർ ബയോഗ്രഫി. ബയോഗ്രഫി, ജീവചരിത്രം, അല്ലേ? സ്വന്തമായിട്ട് എഴുതുന്നതാണെങ്കിൽ ആത്മകഥ, മറ്റൊരാൾ എഴുതുന്നത് ജീവചരിത്രം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മറ്റൊരാൾ എഴുതുന്നതാണ്, അത് ജീവചരിത്രം, ബയോഗ്രഫി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ അതൊരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. 10 × 10 - 5 × 10 + 10 ഡിവൈഡഡ് ബൈ 10 × 5. ആൻസർ എത്രയാ? ബോർഡ് മാസ് യൂസ് ചെയ്താ ചെയ്യേണ്ടത്, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ 55. എത്രയാണ്? 55. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപി ഏത്? പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപി ഏത്? ആൻസർ ഹൈറോഗ്ലിഫിക് ലിപി. ഹൈറോഗ്ലിഫിക്. ഹൈറോഗ്ലിഫിക് ലിപിയാണ് പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നത്. അടുത്ത ചോദ്യം, ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ജൂലൈ 11. ജൂലൈ 11. അടുത്ത ചോദ്യം, കാന്തങ്ങൾ നിർമ്മിക്കുന്ന ലോഹസങ്കരം ഏത്? കാന്തങ്ങൾ നിർമ്മിക്കുന്ന ലോഹസങ്കരം ഏത്? ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്? ആൻസർ അൽനിക്കോ. 7th പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്, അല്ലേ? കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. അൽനിക്കോ. അടുത്ത ചോദ്യം, അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ പദാർത്ഥം ഏത്? അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ പദാർത്ഥം ഏത്? ആൻസർ കാൽഷ്യം. കാൽഷ്യം. എല്ലിനും പല്ലിനും ബലം നൽകുന്നത് കാൽഷ്യമാണ്, അല്ലേ? അത് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത്?
28. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഏറ്റവും അവസാനം രൂപം കൊണ്ടത് തെലങ്കാന. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2025 ക്രിക്കറ്റ് IPL ജേതാക്കൾ ആരാണ്? 2025 ക്രിക്കറ്റ് IPL ജേതാക്കൾ ആരാണ്? ആൻസർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. അല്ലേ, ബാംഗ്ലൂരു ആണ് ഇപ്രാവശ്യത്തെ IPL ജേതാക്കൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 GB ഈസ് ഈക്വൽ ടു ഡാഷ് മെഗാബൈറ്റ്. ഒരു ജിഗാബൈറ്റ് എന്ന് പറയുന്നത് എത്ര മെഗാബൈറ്റ് ആണ്? കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ജിഗാബൈറ്റ് എന്ന് പറയുന്നത് എത്ര മെഗാബൈറ്റ് ആണ്? 1024. ഒരു ജിയോബൈറ്റ് എന്ന് പറയുന്നത് 1024 മെഗാബൈറ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമായാണ് ആഘോഷിച്ചത്? എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമായാണ് ആചരിച്ചത് അല്ലെങ്കിൽ ആഘോഷിച്ചത്? 78ാമത്. എത്രാമതാണ്? 78ാമത്. അടുത്ത ചോദ്യം. സ്കൂപ്പ് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂപ്പ് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഹോക്കി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ അനുച്ഛേദം 21A. അനുച്ഛേദം 21 എന്ന് എഴുതിയാൽ പോരാ, അനുച്ഛേദം 21A എന്ന് തന്നെ എഴുതണം. അനുച്ഛേദം 21 വിദ്യാഭ്യാസത്തെ അല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനുച്ഛേദം 21A വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ബെന്യാമിൻ്റെ നോവലായ ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരെന്ത്? ബെന്യാമിൻ്റെ നോവലായ ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരെന്ത്? നജീബ്. അറിയാം, നജീബായിട്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാ? പൃഥ്വിരാജാണ്. അല്ലേ? അപ്പോൾ ബെന്യാമിൻ്റെ നോവലായ ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് നജീബ്. പ്രവാസിയുടെ കഥയാണ് അതിൽ പറയുന്നത്. അല്ലേ? ശരി, അടുത്ത ചോദ്യം. ഫുൾ ഫോം ഓഫ് GPS. GPS-ന്റെ ഫുൾ ഫോം എന്താണ്? GPS-ന്റെ ഫുൾ ഫോം? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതാണ് GPS. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ വർഷത്തെ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ്. നിങ്ങളുടെ മെയിൻ എക്സാം മൺഡേ ആണ് വരുന്നത്. അല്ലേ? അപ്പോൾ ശനിയും ഞായറും നിങ്ങൾക്ക് ഞാൻ ഒന്നിലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.